ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരായത്തോ സൂറത്തോ ഓതൽ സുന്നത്താണെന്ന് നാം പറഞ്ഞു. ഇനി സ്പെഷ്യൽ സൂറത്ത് ഓതൽ സുന്നത്തുള്ള നിസ്കാരങ്ങൾ അത് ഏതെല്ലാം എന്നാണ് പറയുന്നത്. സുന്നത്താക്കപ്പെടും ലിൽ ഹാലിരി, നാട്ടിലുള്ളവൻക്ക്. അപ്പൊ യാത്രക്കാർക്ക് അല്ല, യാത്രക്കാർക്ക് ഇത് ബാധകമല്ല, ശ്രദ്ധിക്കണതൊക്കെ. ഹാലറിനാണിത്. ഫീ സ്വലാത്തി ജുമുഅത്തിൻ, വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിൽ നാട്ടിലുള്ളവൻക്ക് സുന്നത്താണ്. വൈശാഇഹ, വെള്ളിയാഴ്ച ഇശാക്കും. വെള്ളിയാഴ്ച ഇശ പറഞ്ഞാൽ തലേ ദിവസമാണ് കേട്ടോ. വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാവിലെ എന്ത് സുന്നത്താണ്? യുസന്നു സുന്നത്താണ് ലിൽ ഹാലിരി, നാട്ടിലുള്ള സൂറത്തു യുസന്നു സൂറത്തുൽ ജുമുഅത്തി. അപ്പൊ എപ്പോഴാ? വെള്ളിയാഴ്ച ഉച്ചക്കും ഇശാക്കും സൂറത്തുൽ ജുമുഅത്തിയ, ജുമുഅ സൂറത്തോതല്. വൽ മുനാഫിഖൂന, മുനാഫിഖൂന സൂറത്തോതലാണ് സുന്നത്ത്. ജുമുഅയും മുനാഫിഖൂനി ഓതാ. ജുമുഅ ഫുള്ളണ്ട് ഓതാല്ലേ മുനാഫിഖൂനി. ചിലർ അവസാന ഭാഗത്ത് ഓതുന്നാണ്. ഔ സബ്ബിഹി, അല്ലെങ്കിൽ സബ്ബിഹി ഇസ്മുദ. വഹൽ അതാക, ഹൽ അതാക ഓതാ. ജുമുഅയും മുനാഫിഖൂനി ഓതണില്ലെങ്കിൽ സബ്ബിഹി ഇസ്മി അൽ അതാക ഓതാലും മതി. അതാണ് ജുമുഅയിലും ഇശായിലും അതുണ്ട്. വഫി സുബ്ഹി, വെള്ളിയാഴ്ച സുബ്ഹിക്ക് സുന്നത്താണ്. ഇദത്തസൽ വഖ്തു, സമയം വിശാലമുണ്ടെങ്കിൽ. അലിഫ് ലാം മീം തൻസീൽ അസ്സജദത്തു, അലിഫ് ലാം മീം തൻസീൽ എന്ന സൂറത്തോദാ. അസ്സജദത്തു, അതായത് സജദ സൂറത്തോദാ. അപ്പൊ സുബ്ഹിക്ക് സജദ സൂറത്ത്. വഹൽ അത്താ, ഹൽ അത്താ അലൽ ഇൻസാനി ഹീനം മിനദ് ദഹ്രി, ഹൽ അത്താക്കല്ലത്. ഹൽ അത്താ അലൽ ഇൻസാനി എന്ന സൂറത്ത് 2 റക്അത്തിലോദാ സുബ്ഹിക്ക്. വഫി മഗ്രിബിഹാ, വെള്ളിയാഴ്ചയിലെ മഗ്രിബില് സുന്നത്താണ്. അൽ കാഫിറൂന വൽ ഇഖ്ലാസു, കാഫിറൂനയും ഇഖ്ലാസും മുതല്. വയസന്നു, സുന്നത്താക്കപ്പെടും ഖിറാഅത്തുഹുമാ. അപ്പൊ വെള്ളിയാഴ്ച സജ്ജദ സൂറത്തും ഹൽ അത്തായും ഓതലാണ് നല്ലത്. അത് ഓതണില്ലെങ്കിൽ സബ്ബിഹി ഇസ്മി അൽ അതാക അൽ അതാക ഓതാ, കുഴപ്പമില്ല. അത് ഓതണില്ലെങ്കിൽ അത് ഓതാ എന്ന് ചില പണ്ഡിതന്മാര് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതാ അവിടെ തന്നെ ശറഹിൽ എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോ പറഞ്ഞത് വഫി മഗ്രിബിഹ, വെള്ളിയാഴ്ച മഗ്രിബില്, വ്യാഴാഴ്ച മഗ്രിബില്. അൽ കാഫിറൂന വൽ ഇഖ്ലാസു, കാഫിറൂന ഇഖ്ലാസു അതൽ സുന്നത്ത. വയസന്നു കാഫിറു, വയസന്നു സുന്നത്താക്കപ്പെടും ഖിറാഅത്തുഹുമാ, കാഫിറൂനയും ഇഖ്ലാസും മുതല്. ഫീ സുബ്ഹിൽ ജുമുഅത്തി, ജുമുഅയിലെ വെള്ളിയാഴ്ച സുബ്ഹിക്ക്. എപ്പോഴേ? വെള്ളിയാഴ്ച സുബ്ഹിക്ക്. വഗൈരിഹാ, വെള്ളിയാഴ്ച സുബ്ഹി അല്ലാത്തതിലും. വഗൈരിഹാ, അതല്ലാത്തതിലും. വെള്ളിയാഴ്ച സുബ്ഹി, അപ്പൊ എല്ലാ നിസ്കാരത്തിലും, വെള്ളിയാഴ്ച സുബ്ഹിക്ക് മാത്രല്ല വഗൈരി അല്ലാത്ത നിസ്കാരത്തിലും കാഫിറൂനയും ഇഖ്ലാസും മുതൽ സുന്നത്താണ്. ലിൽ മുസാഫിർ, യാത്രക്കാർക്ക്. അപ്പൊ യാത്ര പോവുകയാണെങ്കിൽ എല്ലാ നിസ്കാരത്തിലും അവിടെ വൈൻ കസുറ സഫറു കാന നാസിലൻ, യാത്ര ചുരുങ്ങിയ യാത്രയാണെങ്കിലും ശരി യാത്രക്കാർക്ക്. അപ്പൊ 132 ഇവിടെ കോഴിക്കോട്ട് പോവുകയാണെങ്കിലും എന്താണ് സുന്നത്ത്? കാഫിറൂൻ ഇഖ്ലാസ് ഓതാ. വയനാട്ടിൽ പോവുകയാണെങ്കിലും അങ്ങനെ തന്നെ. യാത്രക്കാർക്ക് അതാണ്. യാത്രക്കാർക്ക് അപ്പൊ വലിയ സൂറത്തൊന്നും ഓതണ്ട. ഫഫീ റക്അത്തൈൽ ഫജ്രി, കാഫിറൂൻ ഇഖ്ലാസ് ഓതൽ സുന്നത്ത് നമസ്കാരങ്ങൾ അപ്പൊ പറയുന്നത്. ഒന്ന് വെള്ളിയാഴ്ച മഗ്രിബിക്ക്, 2 വെള്ളിയാഴ്ച സുബ്ഹിക്കും മറ്റു എല്ലാ നിസ്കാരത്തിലും യാത്രക്കാർക്ക്. ഇനി വഫീ റക്അത്തൈൽ ഫജ്രി, എപ്പോഴും കാഫിറൂൻ ഓതണം. വഫീ റക്അത്തൈൽ ഫജ്രി, സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്തിലും. വൽ മഗ്രിബി, മഗ്രിബിന്റെ ശേഷമുള്ള 2 റക്അത്തിലും. വത്തവാഫി,
ഫി റക്അത്തിൽ ഫജ്രി വൽ മഗ്രിബി, സുബ്ഹിന്റെ 2 റക്അത്തിലും മഗ്രിബിന്റെ 2 റക്അത്തിലും. വത്തവാഫി, തവാഫിന്റെ 2 റക്അത്തിലും തവാഫ് ചെയ്തിട്ട്. വത്തഹിയ്യത്തി, പള്ളിയിൽ കയറി നിസ്കാരത്തിലും. വൽ ഇസ്തിഖാറത്തി, ഇസ്തിഖാറത്തിന്റെ നിസ്കാരത്തിലും. വലിയ ഖൈറിനത്തോടെ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യാം. വലിയ ഇഹ്റാമി, ഹജ്ജിനെ ഉംറക്കൊക്കെ ഇഹ്റാം ചെയ്താല് 2 റക്അത്ത് നിസ്കരിച്ചു. അതിലും ലിൽ ഇത്തിബാഇ ഫിൽ കുല്ലി, ഇതിലൊക്കെ നബിതങ്ങളോട് ഇത്തിബായി ചെയ്തതിന് വേണ്ടി. കാഫിറൂൻ ഇഖ്ലാസും ഓതൽ സുന്നത്തുൽ നിസ്കാരം എന്നല്ല, പല നിസ്കാരത്തിലും അങ്ങനെ സുന്നത്തുണ്ട്. കാഫിറൂൻ ഇഖ്ലാസ്. ഇനി പറയുന്നത് കേട്ടോ. ഫറോഇതൊരു ഉപമസ്അലയാണ്. ലൗ തറക്ക, ഒരാൾ ഉപേക്ഷിച്ചാൽ ഇഹ്ദൽ മുഅയ്യനത്തൈനി, നിജമാക്കപ്പെട്ട 2 സൂറത്തുകളിൽ ഒരു സൂറത്തിനെ ഉപേക്ഷിച്ചാല്, ആദ്യത്തെ റക്അത്തിൽ ഓതൽ നിശ്ചിതമായ സൂറത്തുകളിൽ ഒരു സൂറത്തിനെ ഉപേക്ഷിച്ചാൽ, ഫിലൂല, 1 റക്അത്തിൽ ഉപേക്ഷിച്ചാൽ, അത്താബിഹിമ, അവ 2നെയും കൊണ്ടുവരണം, 2 സൂറത്തിനും കൂടി കൊണ്ടുവരണം. ഫിസ്സാനിയത്തി, 2 റക്അത്തിൽ. സബ്ബിഹിസ്മി അല്ലാത്താക്കി ഓതേണ്ടടുത്ത് സബ്ബിഹിസ്മി ആദ്യത്തെ റക്അത്തിൽ ഓതിയില്ല, എന്നാൽ 2 റക്അത്തിൽ സബ്ബിഹിസ്മി ഓതാ, അല്ലാത്താക്കി ഓതാ. കുൽ കാഫിറൂനി ഖുൽ ഹുവല്ലാഹു അഹദ് ഓതേണ്ട സൂറത്തിൽ കുൽ കാഫിറൂൻ ആദ്യത്തെ റക്അത്തിൽ ഓതാൻ മറന്നുപോകുകയോ അല്ലെങ്കിൽ വിട്ടുപോകുകയോ ചെയ്താൽ 2 കൂടിയും 2 റക്അത്തിൽ കൊണ്ടുവരാം. വലോ തറക്ക ഇഹ്ദൽ മുഅയ്യനത്തൈനി, മുഅയ്യനത്തിൽ നിജമായ സൂറത്തുകൾ ഒന്നിനെ ഉപേക്ഷിച്ചാല്, ഫിലൂല 1 റക്അത്തിൽ, അതാബിഹിമ, 2നെയും കൊണ്ടുവരണം. ബിസ്സാനിയത്തി, 2ാമത്തെ റക്അത്തിൽ. 1 റക്അത്തിൽ വേറൊരു സൂറത്ത് ഓതിയാലും ശരി, 2 റക്അത്തില് അതും കൂടി കൊണ്ടല് സുന്നത്താ. ഔ ഖറഅ ഫിൽ ഊല, 1 റക്അത്തിൽ ഓതിയാല്, മാ ഒന്നിനെ, ഫിസ്സാനിയത്തി, 2 റക്അത്തിലുള്ള ഒന്നിനെ, ഖറഅ ഓതനം, ഫീഹാ, 2 റക്അത്തിൽ ഓതണം, മാ ഒന്നിനെ, ഫിൽ ഊല, 1ാമത്തേതിലുള്ള ഒന്നിനെ. 1 റക്അത്തിൽ 2ലുള്ളത് ഓതി, എന്നാ പിന്നെ 2ൽ 1ലുള്ളതിന് ഓതണം. ചിലര് പറഞ്ഞ് 2ൽ 2ഉം കൂടി ഓതണം എന്ന് പറഞ്ഞോലും ഉണ്ട്. 2ൽ 1 റക്അത്തിലുള്ളതും ഓതണം, 2 റക്അത്തിലുള്ളതും ഓതണം എന്ന് പറഞ്ഞു. ഇനി മറ്റൊരു മസ്അല. വലൗ ശറഅ, ഒരാൾ പ്രവേശിച്ചാൽ, ഫി ഗൈരി സൂറത്തിൽ മുഅയ്യന, നിജമായ സൂറത്ത് അല്ലാത്തതിൽ പ്രവേശിച്ചു. കൃത്യമായിട്ട് സൂറത്ത് നിശ്ചയിക്കപ്പെട്ട നിസ്കാരം, അവിടെ നിശ്ചയിക്കപ്പെട്ട സൂറത്ത് അല്ലാത്ത സൂറത്തിൽ പ്രവേശിച്ചാൽ, വലൗ ശറഅ ഫി ഗൈരി സൂറത്തിൽ മുഅയ്യനത്തി, വലൗ സഹ്വൻ, മറന്നുകൊണ്ടാണെങ്കിലും ശരി, നിശ്ചിത സൂറത്തല്ലാത്തതിലാണ് പ്രവേശിച്ചതെങ്കിൽ, ഖതഅഹ, അതിനെ മുറിക്കണം. അത് കുറച്ചുകൊണ്ട് ഓതിയപ്പോഴാ അന്ന് സബ്ബീസ്മി ഓതേണ്ട ആളോ എന്ന് ഓർമ്മയത്, അതിനെ മുറിക്കണം. വഖറഅൽ മുഅയ്യനത, മുഅയ്യനത്തിനെ ഓതണം, നിജമായതിനെ ഓതണം, നദ്ബൻ, അത് സുന്നത്താണ്. വഇൻദ ദീഖി വഖ്തിൻ, സമയം കുടുസാകുന്ന സമയത്ത്, അതായത് അടുത്ത നിസ്കാരത്തിന്റെ സമയത്തിലേക്ക് കടക്കാൻ പോവുകയാണ്, എന്നാൽ സൂറത്താനി കസീറത്താനി, ചെറിയ 2 സൂറത്തുകൾ ഓതല് അഫ്ളലു, അത് അഫ്ളലാണ്, മിൻബാദി തവീലത്തൈനിൽ മുഅയ്യനത്തൈനി, നിജമായ ദീർഘമായ സൂറത്തിന്റെ, നിജമായ ദീർഘമായ സൂറത്തിന്റെ അല്പം ഓതുന്നതിനേക്കാൾ. സമയം കുടുസായിട്ടുണ്ട്, അപ്പൊ ജുമാ സൂറത്തിന്റെ അല്പം ഓതിയാ പോരെ, അല്ലെങ്കിൽ സബ്ബീസ്മന്റെ അവസാന ഭാഗത്താണ്ട് ഓതുക, ഇങ്ങോട്ട് 2ാമത്തെ റക്അത്ത് അല്ലാത്താക്കന്റെ അവസാന ഭാഗം ഓതുക. അങ്ങനെ ദീർഘമായ സൂറത്തിന്റെ അല്പം ഓതുന്നതിനേക്കാൾ നല്ലത് പൂർണമായ ചെറിയ സൂറത്തുകൾ ഓതലാണ്. ഇന്ന് നമ്മളെ പലരും വലിയ സൂറത്തിന്റെ ചില ഭാഗം എഴുതിക്കാണ്ട് നിസ്കരിക്കുന്നതാണ്. അങ്ങനെ അല്ല അഫ്ളല്. സൂറത്താനി കസീറത്താനി, സമയം കുടുസായാൽ ചെറിയ 2 സൂറത്ത് അഫ്ളലു, അഫ്ളലാണ്, മിൻബാദി തവീലത്തൈനി അൽ മുഅയ്യനത്തൈനി, നിജമായ ദീർഘമായ 2 സൂറത്തുകളിൽ അല്പം ഓതുന്നതിനേക്കാൾ. ഖിലാഫൻ ലിൽ ഫാരിഖി, ഇമാം ഫാരിഖിന് മാറ്റം, അവര് അങ്ങനെ ഓതാന്ന് പറഞ്ഞിരിക്കണം. വലോലം യഹ്ഫദ്, ഒരാൾ മനപ്പാടമാക്കിയില്ലെങ്കിൽ, ഇല്ല ഇഹ്ദൽ മുഅയ്യനത്തൈനി, നിജമായ 2 സൂറത്തിൽ ഒന്നിനെ അല്ലാതെ, നിജമായ 2 സൂറത്തിൽ ഒന്നിനല്ലാതെ ഒരാൾക്ക് മനപ്പാടമില്ല, ഒരു സൂറത്ത് അറിയാം,
ഖറഅഹാവൻ അതിനെ ഓതണം, വയുബ്ദിലുൽ ഉഖ്റാ മറ്റേ അതിന് പകരമാക്കണം, ബിസൂറത്തിൻ ഒരു സൂറത്ത് പകരമാക്കണം, അവൻ മനപ്പാടമാക്കിയ മറ്റു സൂറത്തുകൾ പകരമാക്കണോ. ഒരാൾക്ക് ഒരു സൂറത്ത് അറിയാം നിജമായ സൂറത്തിൽ നിന്നും, മറ്റേ സൂറത്ത് അറിയില്ലെന്ന് അത് ഓതണം. മറ്റൊരുത്ത് എന്താക്കണോ, അതിന്റെ പകരം വേറെ ഏതേ സൂറത്ത് ഓതണം. വൈം ഫാത്തഹുൽ വലാഉ തുടർച്ച നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, പെട്ടാലും ശരി. ഇനി മറ്റൊരു വിഷയം, വലവിഖ്തദാഫി സാനിയത്ത് സുബിഹിൽ ജുമുഅത്തി വെള്ളിയാഴ്ച സുബിഹിന്റെ 2 റക്അത്തിലാണ് ഒരാള് ഇമാമിനെ തുടർന്നതെങ്കിൽ, വെള്ളിയാഴ്ച സുബിഹിക്ക് 2 റക്അത്തിൽ ഇമാമിനെ തുടർന്ന്, മസലൻ സുബിഹി എന്നൊക്കെ പറഞ്ഞത് ഒരു ഉദാഹരണമാണ്, ളുഹ്റുക്കായാലും അങ്ങനെ തന്നെ, മഗ്രിബിക്കായാലും അങ്ങനെ തന്നെ. വസമിഅ ഖിറാഅത്തൽ ഇമാമി ഇമാമിന്റെ ഖിറാഅത്ത് അവൻ കേട്ടു, സുബിഹിക്ക് ഇമാമിനെ തുടർന്നു 2 റക്അത്തിൽ. വസമിഅ ഖിറാഅത്തൽ ഇമാമി ഇമാമിന്റെ ഖിറാഅത്തിനെ അവൻ കേട്ടു. ഹൽ അത്ത 2 റക്അത്തിൽ എന്താ ഇമാം ഓതല്, സബ്ബിഹിസ്മ ഓതൂല, ഹൽ അത്ത ഓതി. ഫയഖറഉ ഫീ സാനിയത്തിഹി അങ്ങനെ ഇവനെ ഇമാം സലാം വീട്ടിന്റെ ബാക്കി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ഫയഖറഉ ഫീ സാനിയത്തിഹി ഇവന്റെ 2 റക്അത്തിൽ ഇവൻ ഓതണം. ഇദാ ഖാമ അവൻ എഴുന്നേറ്റാൽ, ഇബാദ സലാമിൽ ഇമാമി ഇമാം സലാം വീട്ടിന്റെ എഴുന്നേറ്റാൽ എന്തോതണം, നേരത്തെ ഇമാമ ഓതുന്നത് കേട്ടത് അല്ലാത്തയാണ്, ഇവൻ എന്തോതണം, അലിഫ് ലാം മീം തൻസീൽ സജദ സൂറത്ത് ഓതണം എന്ന് പറഞ്ഞാൽ ഇവന്റെ 1 റക്അത്തിൽ ഓതേണ്ട സൂറത്താണ് ഓതേണ്ടത് എന്നർത്ഥം. കമാ അഫ്താ ബിഹിൽ കമാലു കമാ ഇമാം കമാൽ അർ-റദ്ദാദ് ഫത്വ കൊടുത്തതുപോലെ, തബിഉ ശൈഖുനാ ഫീ ഫത്താവാഹു ശൈഖുന ഫത്താവയിൽ അവരോട് താബിയാവുകയും ചെയ്തിട്ടുണ്ട്. ലാക്കിനെങ്കിലും ഖളിയത്തു കലാമി ശൈഖുനാന്റെ കലാമിന്റെ തേട്ടം, ശൈഖുനാ ഇബ്നു ഹജർ തങ്ങളെ ഫീ ശറഹിൽ മിൻഹാജിലെ അന്നഹു നിശ്ചയം ഇവൻ ഈ നേരത്തെ പറഞ്ഞാൽ യഖറഉ ഫീ സാനിയത്തി അവന്റെ 2 റക്അത്തിൽ എഴുന്നേറ്റാൽ ഓതണം, ഇദാ ഖാമ എഴുന്നേറ്റാൽ ഹൽ അത്തന ഓതണം എന്നാണ് ശൈഖുന ശറഹുൽ മിൻഹാജിലെ തോഫയിൽ പറഞ്ഞെന്ന് മനസ്സിലാകുന്നത്. ഏതായിരിക്കട്ടെ, അങ്ങനെ 2 അഭിപ്രായം ഉണ്ടെന്ന് മനസ്സിലാകണം. വഇദാ ഖറഅൽ ഇമാമു ഇമാമ ഓതിയാൽ മുഅയ്യന നിജമാക്കപ്പെട്ട 2 സൂറത്തൊന്നും അല്ലാത്തൊരു സൂറത്തിനെയാണ് ഇമാമ് സുബിഹിലെ 2 റക്അത്തിൽ ഇമാമ് ഓതിയത്. ഇവനാണെങ്കിൽ നേരം വൈകി 1 റക്അത്ത് ഇമാമിന്റെ കൂടെ കിട്ടുകയും ചെയ്തു അവിടെ. വഇദാ ഖറഅൽ ഇമാമു ഇമാമ് ഓതിയാൽ ഗൈറഹ മുഅയ്യൻ അല്ലാത്ത മറ്റൊരു സൂറത്തിനെ, നിജമല്ലാത്ത മറ്റൊരു സൂറത്തിനെ, ഖറഅഹുമാ അൽ മഅ്മൂമു മഅ്മൂം നിജമായ 2 സൂറത്തിന് ഓതണം, ഫീ സാനിയത്ത് അവന്റെ 2 റക്അത്തിൽ. ഇനി മറ്റൊരു വിഷയം, വഇൻ അദ്റക്കൽ ഇമാമ ഒരാൾ ഇമാമിനെ എത്തിച്ചാല്, ഫീ റുകൂഇ സാനിയത്തി 2 റക്അത്തിലെ റുകൂയിൽ, 2 റക്അത്തിലെ സുബീക്കന്നെക്കോട്ടെ 2 റക്അത്തിലെ റുകൂയിലാണ് ഇമാമിനെ എത്തിച്ചതെങ്കിൽ, അവിടെ ഇമാമിന്റെ കൂടെ സൂറത്ത് ഇവൻക്ക് കിട്ടണില്ല, എന്നാലും ആ 1 റക്അത്ത് കിട്ടുന്നുണ്ട്. 2 റക്അത്ത് ഇമാമ ഏത് സൂറത്ത് ഓതിയതെന്നാവല്ലേ. ഫകമാലൗലം യഖ്റഅ ശൈഅൻ എന്നാൽ മഅ്മൂമ ഒന്നും ഓതാത്തതുപോലെയാണ്. കാരണം മഅ്മൂമി ഇമാമിന്റെ കൂടെ സൂറത്തെ ചുമന്നിട്ടുണ്ടെങ്കിലും എന്തായിട്ടില്ല, കേട്ടിട്ടൊന്നുമില്ലല്ലോ. ഫകമാലം ലം യഖ്റഅ ശൈഅൻ മഅ്മൂമ ഒന്നും ഓതാത്തതുപോലെയാണ്. ഫയഖ്റഉ മഅ്മൂമ പോദനം സജദത സജദിനെയും വഹൽ അത്തയെയും ഓതനം, ഫീ സാനിയത്തി അവന്റെ 2 റക്അത്തിൽ സുബഹിക്കാണ് പറയുന്നത്. അവൻ എഴുന്നേറ്റ് നിന്നിട്ട് 2 ഓതാ. കമാ അഫ്താ ബിഹി ശൈഖുന ഇങ്ങനെ ഫത്വ കൊടുത്തതുപോലെ. ഇൻഷാ അല്ലാഹ് ഇനി ഉറക്കയാക്കേണ്ടതെവിടെ, പതുക്കയാക്കേണ്ടതെവിടെ, നിസ്കരിക്കുന്നവർക്ക് ശല്യമുണ്ടാകുന്ന നിലക്ക് ഉറക്ക ഓതാൻ പറ്റുമോ തുടങ്ങിയ വിഷയങ്ങൾ പറയുന്നു ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലിപ്പിൽ.